ഡേറ്റ സയൻസ് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. എന്തൊക്കെ തയ്യാറാക്കണം, എങ്ങനെ കോമ്പറ്റീഷൻസിൽ മുൻനിരയിൽ വരണം, അങ്ങനെ പലതും. സോ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. ഒരു മികച്ച റെസ്യൂമെ തയ്യാറാക്കുന്നതിൽ നിന്ന് ടെക്നിക്കൽ റൗണ്ടുകൾ കഴിഞ്ഞ് ബിഹേവിയറൽ ഇന്റർവ്യൂ വരെ എല്ലാം ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങളുടെ ജോബ് ഹണ്ടിങ്ങിൽ ഗെയിം ചേഞ്ചർ ആവുന്ന ഒരു സ്പെഷ്യൽ ടിപ്പും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഡേറ്റ സയൻസ് ഇന്റർവ്യൂ പ്രോസസ്സാണ്. ഈ പ്രോസസ്സ് ഘട്ടം ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൽ ആദ്യത്തേത് റിക്രൂട്ടർ കോൾ ആണ്. ദാറ്റ് ഈസ് ഏറ്റവും ആദ്യത്തെ ഇന്ററാക്ഷൻ ആണിത്. സോളിഡ് ആയ ഒരു ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ പ്രധാന സ്കിൽസ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്ത ഘട്ടമാണ് ഹയറിംഗ് മാനേജർ ഇന്റർവ്യൂ. ഇവിടെ നിങ്ങളുടെ എക്സ്പീരിയൻസും പ്രോജക്ട്സും പ്രോബ്ലം സോൾവിംഗ് സ്കിൽസുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ടേക്ക് ഹോം അസൈൻമെന്റ്. പല കമ്പനീസും ഇപ്പോൾ റിയൽ വേൾഡ് ചലഞ്ചസ് ആണ് തരുന്നത്. ഒരു ML മോഡൽ ബിൽഡ് ചെയ്യാനോ, SQL ക്വരീസ് ഒപ്റ്റിമൈസ് ചെയ്യാനോ, അല്ലെങ്കിൽ ഡാഷ്ബോർഡ്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് തരുന്ന ടാസ്കുകൾ. സോ ഈ റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ടെക്നിക്കൽ ഇന്റർവ്യൂ ആണ്. പൈത്തൺ ആൻഡ് SQL കോഡിംഗ് ടെസ്റ്റ്, മെഷീൻ ലേണിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ എക്സ്പെക്ട് ചെയ്യാം. അടുത്തതാണ് ടീം മീറ്റിംഗ്. നിങ്ങൾ ടീം ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഘട്ടമാണിത്. നല്ല കോൺഫിഡൻസോട് കൂടെ നിങ്ങളുടെ ടീം വർക്ക് സ്കിൽസ് കാണിച്ച് മുന്നോട്ട് പോവുക. ഫൈനൽ ഇന്റർവ്യൂ ആണ് ലാസ്റ്റ് റൗണ്ട്. ഈ റൗണ്ടിൽ സാലറിയെ കുറിച്ചും ജോബ് എക്സ്പെക്ടേഷൻസിനെ കുറിച്ചുമാണ് ഡിസ്കഷൻസ് വരിക. സോ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യാനും പഠിക്കുക. ഇതൊക്കെയാണ് ഇന്റർവ്യൂ റൗണ്ട്സ്. ഇനി ഈ ഇന്റർവ്യൂവിലേക്ക് കയറുന്നതിന് മുൻപ് നമ്മൾ റെഡിയാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി വേണ്ടത് ഒരു പെർഫെക്റ്റ് റെസ്യൂമെ ആൻഡ് പോർട്ട്ഫോളിയോ ആണ്. നിങ്ങളുടെ റെസ്യൂമെ ആണ് ഗെയിം ചേഞ്ചർ. പക്ഷെ പലരും അത് ജനറിക് ടേംസ് ഒക്കെ യൂസ് ചെയ്ത് നിറക്കിയാണ് ചെയ്യുന്നത്. ഇത് വലിയ തെറ്റാണ്. ഇവിടെ 3 ഇമ്പോർട്ടൻറ്റ് ടിപ്സ് ഞാൻ പറയാം. നിങ്ങളുടെ റെസ്യൂമെ ചെറുതും സ്ട്രോങ്ങും ആക്കുക, ആൻഡ് ഒരു പേജിന് കൂടുതൽ ആക്കാതിരിക്കുന്നതാണ് നല്ലത്. പ്രധാന പ്രോജക്ട്സും സ്കിൽസും ഹൈലൈറ്റ് ചെയ്യാം. അടുത്തത് ഇമ്പാക്ട് ക്വാണ്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഒരു റെക്കമെൻഡേഷൻ സിസ്റ്റത്തിൽ വർക്ക് ചെയ്തു എന്ന് എഴുതുന്നതിന് പകരം ബിൽഡ് എ റെക്കമെൻഡേഷൻ സിസ്റ്റം ദാറ്റ് ഇൻക്രീസ്ഡ് യൂസർ എൻഗേജ്മെന്റ് ബൈ 20%. അടുത്തത് ജോബ് ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് റെസ്യൂമെ കസ്റ്റമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ജോബിലെ കീവേഡ്സ് ഇൻക്ലൂഡ് ചെയ്യാനും മറക്കരുത്. അടുത്തതായി വേണ്ടത് ഒരു നല്ല പോർട്ട്ഫോളിയോ ആണ്. നല്ല ഡോക്യുമെന്റഡ് ഗിറ്റ്ഹബ്, ആക്റ്റീവ് കാഗൽ പ്രൊഫൈൽ, ഡീറ്റെയിൽ ബ്ലോഗ് ഇവയൊക്കെ ഉണ്ടായിരിക്കണം. ഇത് നിങ്ങളുടെ കോഡിംഗ് സ്കിൽസ് മാത്രമല്ല, ഡേറ്റ സയൻസ് ഐഡിയാസും സിമ്പിളായി ഷെയർ ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി മോസ്റ്റ് ആസ്ക്ഡ് ഡേറ്റ സയൻസ് ഇന്റർവ്യൂ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പൈത്തൺ, പാൻഡാസ്, NumPy ആൻഡ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SQLന്റെ കേസിൽ ജോയിൻസ് ആൻഡ് വിൻഡോ ഫങ്ഷൻസ് നന്നായി അറിഞ്ഞിരിക്കണം. മെഷീൻ ലേണിംഗിന്റെ കേസിൽ റിഗ്രഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് ക്ലസ്റ്ററിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫീച്ചർ എഞ്ചിനീയറിംഗ് ആൻഡ് ഡേറ്റ പ്രീ പ്രോസസ്സിംഗ്, മോഡൽ ഇവാലുവേഷൻ എന്നീ ഏരിയാസിലും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ടെക്നോളജീസ് ലൈക്ക് AWS, GCP, Databricks അറിയുന്നതും അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ പറഞ്ഞതെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി LeetCode ആൻഡ് Strata Scratch പോലെയുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതിൽ SQL ചലഞ്ചസും ഒരുപാട് കോഡിംഗ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യാം. ഇനി നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കമ്പനിയുടെ മിഷൻസും റീസെന്റ് പ്രോജക്ട്സും മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും കഴിഞ്ഞാൽ ഇറ്റ് മീൻസ് യു ആർ റെഡി ഫോർ ദ ഇന്റർവ്യൂ. സോ പ്രിപ്പയർ വെൽ ആൻഡ് ക്രാക്ക് ഇറ്റ്. സോ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.